വിഴിഞ്ഞം തുറമുഖത്ത് മറ്റന്നാളാണ് ആദ്യ മദർഷിപ്പിന് സ്വീകരണം നൽകാൻ പോകുന്നത്. കൊളംബോ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞം ലക്ഷ്യമാക്കി യാത്ര തുടരുന്ന സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ ഇന്ന് രാത്രി 10 മണിയോടെ വിഴിഞ്ഞം തീരത്ത് രാജ്യാന്തര കപ്പൽചാലിൽ 10 നോട്ടിക്കൽ മൈൽ അകലത്തിൽ എത്തും. നാളെ പുലർച്ചെയോടെയാകും തുറമുഖത്തിന്റെ കവാടത്തിലേക്ക് കപ്പൽ അടുപ്പിക്കുക. തുറമുഖ കവാടത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൈനയിലെ സിയാൻമെൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട രാജ്യാന്തര ചരക്ക് കപ്പൽ ആയ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ് വിഴിഞ്ഞം തീരത്ത്. 3.5 ദശാബ്ദം നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുമ്പോൾ വിഴിഞ്ഞം എന്ന കൊച്ചു തീരദേശ ഗ്രാമം രാജ്യത്തിന്റെ തുറമുഖ കവാടമായി മാറാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. തുറമുഖ വകുപ്പ് മന്ത്രി വി.എൻ. വാസവന്റെ നേതൃത്വത്തിൽ സർക്കാർ തലത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാകും തീരത്ത് കപ്പലിനെ വരവേൽക്കുക. ഏതാണ്ട് 1960ഓളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുന്നത്. 10 നോട്ടിക്കൽ മൈൽ അകലെ രാജ്യാന്തര കപ്പൽ ചാലിൽ നിന്ന് അദാനി പോർട്ടിന്റെ മറൈൻ മേധാവിയായ തുഷാർ കിനകറാകും കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. തുടർന്ന് 4 ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാകും ഈ ബ്രേക്ക് വാട്ടറിന് സമീപത്തേക്ക് കപ്പലിനെ എത്തിക്കുക. അവിടെ നിന്ന് നാളെ രാവിലെ ഏതാണ്ട് 10 മണി മുതലായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്ന തരത്തിലേക്ക് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കുക എന്നാണ് അദാനി ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യം ട്രയൽ റണ്ണാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ജോലികൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പ്രാദേശികമായി ഉയർന്നു വന്ന ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അവർക്ക് 50% തൊഴിൽ വിഴിഞ്ഞം പ്രദേശവാസികൾക്ക് തന്നെ നൽകുമെന്ന സർക്കാരിന്റെ വാഗ്ദാനമുണ്ടായിരുന്നു. പക്ഷേ അത് ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അത് വ്യക്തമായി തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ പരാമർശിച്ചിട്ടുമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ പരിശീലനം നേടിയ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആവശ്യമായതിനാലാണ് പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകാൻ പ്രായോഗികമായ തടസ്സം നിലനിൽക്കുന്നതെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി അസാപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലന പരിപാടികൾ ഇതിനോടകം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏതാണ്ട് 10,000-ഓളം ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ഈ പരിപാടികൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി ഒരുപാട് പ്രാദേശികമായ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉയർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് പരമാവധി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അത്തരം പ്രതിഷേധങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്തുതീർപ്പ് ശ്രമങ്ങളും സർക്കാർ തലത്തിൽ നടക്കുന്നുവെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇവിടേക്ക് എത്തുന്ന ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്ന് ഏതാണ്ട് 2000-ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖ ബർത്തിലേക്ക് എടുത്തു വെക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ്. ഏതാണ്ട് 8 ക്രെയിനുകളാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിപ്പമുള്ള 100 മീറ്റർ നീളമുള്ള 8 ക്രെയിനുകളാണ് സമാനമായ തരത്തിൽ ഈ ബർത്തിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 27ഓളം യാർഡ് ക്രെയിനുകൾ, ഇനി ഒരു ക്രെയിൻ കൂടി ഇവിടേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്താനുണ്ട്. മറ്റ് സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. പ്രധാനമായി ഇവിടേക്ക് ഇപ്പോൾ എത്തുന്ന കണ്ടെയ്നറുകൾ റോഡ് മാർഗമോ റെയിൽ മാർഗമോ ആയിരിക്കില്ല, മറിച്ച് ജലമാർഗം തന്നെ ഇവിടുന്ന് രാജ്യത്തെ തുത്തുക്കുടി ഉൾപ്പെടെയുള്ള മുംബൈ ഉൾപ്പെടെയുള്ള മറ്റ് തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കുര്യനും സംഘവുമാണ് വിവരങ്ങൾ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നൽകുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തുവാനും. അതേ